ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചേറ്റുവ ഹാർബർ വരെ ഒന്ന് പോയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഇതാ നമ്മൾ ചേറ്റുവ ഹാർബറിലോട്ട് പോയപ്പോൾ ഏകദേശം ഒരു 4 മണിയായിട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊരു സിനിമയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വഴിയിൽ വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ മക്കളും ഞാനും ഹസ്ബൻഡും അതുപോലെ തന്നെ മമ്മിയും കൂടിയായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 4 മണിയായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇങ്ങനെ അടുപ്പിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അയില, മത്തി, അതുപോലെ തന്നെ ചൂര അങ്ങനത്തെ മീനുകളോടാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ചെമ്മീൻ, ഞണ്ട് അങ്ങനത്തെ മീനുകളാണ് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. വേറെ അങ്ങനെ പലവക അങ്ങനത്തെ ഒന്നും എനിക്ക് കഴിക്കുമെങ്കിലും എനിക്കങ്ങനെ ഒരു പീസ് അങ്ങനത്തെയൊക്കെ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ഉണക്കും വേണം. അപ്പോൾ നമ്മൾ ഉണക്കി മീനെല്ലാം നമ്മുടെ തീർന്നു പോയിട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിന് കൊടുത്തു, പിന്നെ കുറച്ച് പേര് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതാ നമ്മൾ വീണ്ടും മീൻ ഉണക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന് ഫ്രഷായിട്ട് മീൻ എടുക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ അതാ നോക്കിക്കേ, ഏകദേശം ഒരു 4-4:30 ആയിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയ പോലെയായ. അപ്പോൾ ഇങ്ങനെ ഓരോ ബോട്ടുകൾ ഇങ്ങനെ കരയ്ക്കടുപ്പിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന് പലവക മീനുകളും അതുപോലെ തന്നെ അയിലയും മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ചാളയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. പക്ഷേ ഇങ്ങനെ ചാളയൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് മത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കിട്ടിയത് അയിലയാണ്. പിന്നെ അതിനകത്ത് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള മീനുകളും കിട്ടി കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കാണാനായിട്ട്. അവർ ബോട്ട് വന്ന് അടുപ്പിക്കുന്നതും ആ ബോട്ടിനകത്തുനിന്ന് മീനുകൾ മീനെ ഇറക്കുന്നതും അതുപോലെ തന്നെ ഈ മീൻ ഇറക്കണ സമയത്ത് ഈ ബോട്ടിൻ്റെ താഴെ കുറേ എരണ്ടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാക്കകൾ, എരണ്ടകൾ അങ്ങനത്തെ കുറേ പക്ഷികൾ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. ഈ മീനൊക്കെ ഇറക്കുമ്പോൾ അതൊക്കെ തിന്നാനായിട്ടും താഴെ വീണത് തിന്നാനായിട്ടൊക്കെ കേട്ടോ. അപ്പോൾ അത് ആ ബോട്ട് വരുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബോട്ട് വന്ന് നിർത്തി ആ ബോട്ടിനകത്തു നിന്ന് മീൻ ഇറക്കി അവർ ആ ബോട്ട് ഒന്ന് ഒതുക്കിയതിന് ശേഷം അവനത് എടുത്തു പോകും. പിന്നെ അടുത്ത ബോട്ട് വന്നിട്ട് നിർത്തും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതാ ഒരു ബോട്ടിനകത്തെ കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇത് അലിബായ് എന്ന് പറഞ്ഞൊരു ബോട്ടാണ്. അപ്പോൾ അതിനകത്ത് മീനുകളെല്ലാം കഴിഞ്ഞു. മീനൊക്കെ അവർ കൊണ്ടുവന്നതൊക്കെ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ബോട്ടിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമേ. അപ്പോൾ ഇതാ ഞാനിവിടെ ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് അതെ ഇവരിങ്ങനെ ഒരുമിച്ചാണ് മീൻ വാങ്ങിക്കാൻ പോകാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ ഇതാ കണ്ടോ, മീൻ കണ്ടോ, ഇതും ഫുള്ള് അയിലയാണ് കേട്ടോ. അപ്പോൾ അയില കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, അതിനൊരു എന്താണ്, ഒരു ബ്ലൂയിഷ് കളറാണ് കേട്ടോ. ഒരു ഗ്രീൻ അതുപോലെ തന്നെ ഒരു ബ്ലൂവും കൂടിയ ഒരു നീല ഒരു പച്ച കൂടിയ ഒരു കളറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അയില. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിവിഷനായിട്ടാണ് അതിൽ കേട്ടോ. ഓരോ അറകൾ ഇങ്ങനെ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അറകളിൽ കൂടെ ഒക്കെ അവരിങ്ങനെ മീൻ നിറച്ചിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ചൂരൽക്കൊട്ട പോലത്തെ കൊട്ടകളില്ലേ, ആ കൊട്ടകൾക്ക് വാരി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് പെട്ടികളായിട്ട് നിറയ്ക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വേറെ അൺയൂഷ്വൽ ആയിട്ടുള്ള മീനുകളുണ്ടെങ്കിൽ, അതായത് ഈ അയില അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പലവക പോലത്തെ മീനുകളുണ്ടെങ്കിൽ അവരതെല്ലാം മാറ്റും കേട്ടോ. അപ്പോൾ ഇത് നത്തോലിയൊക്കെയാണ് കേട്ടോ, ചൂടാ നത്തോലിയൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് ഓൾറെഡി മത്തി രാവിലെ ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ ഈച്ചയൊക്കെ വരാൻ തുടങ്ങി. അപ്പം നമുക്കിത് വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ, കാരണം ഇത് കമ്പനികൾ ലേലം വിളിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോട്ടുകാരുടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ. നമ്മൾ കമ്പനികളുടെ നിന്ന് വേണം വാങ്ങിക്കാനായിട്ട്. ഇതങ്ങനെ കുറേ മീനുകൾ ഇവരിങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ കുറേ മീനുകൾ ഇങ്ങനെ താഴെ വീണിങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ അതുപോലെ തന്നെ കാക്കകളൊക്കെ വന്നിങ്ങനെ എടുത്തുകൊണ്ട് പോകണം കാണാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓരോരോ ബോട്ടുകളൊക്കെ ഇങ്ങനെ വന്നു. ആ ബോട്ടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ ആദ്യമേ ഇങ്ങനെ അയിലയാണ് ഇന്ന് വന്ന് ഇറങ്ങിയേക്കണം കേട്ടോ. എല്ലാ ബോട്ടിലും അയിലയായിരുന്നു. പിന്നെ ചൂടയുണ്ടായിരുന്നു, നത്തോലിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ മീനുണ്ടായിരുന്നു, പല വകയുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചാണ് അവരിങ്ങനെ മീനുകൾ കൊണ്ടുവന്ന് ഇറക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ കുറേ പേരിങ്ങനെ കുറേ യൂണിയൻകാരും അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാനിങ്ങനെ ചെറുതായി ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം നമ്മൾ നിൽക്കണം കേട്ടോ. നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് അവിടുത്തെ ഒരു ഐഡിയ ഒക്കെ നമുക്ക് വരുള്ളൂ. എത്ര രൂപയ്ക്കാണ് അവർ ലേലം വിളിക്കുന്നത്, അതുപോലെ തന്നെ എത്ര രൂപയ്ക്ക് നമുക്ക് മീൻ കിട്ടും, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ സച്ചു നിന്ന് പോസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇവർക്ക് ചെറുതായി വിശന്നൊക്കെ തുടങ്ങി കേട്ടോ. കാരണം നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം ഈ സമയമായപ്പോഴേക്കും 5-5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഏട്ടക്കൂരി എന്ന് പറഞ്ഞിട്ടൊരു മീനാണിത്. അപ്പോൾ ഇതിൻ്റെ ചൊവ്വയൊന്നും നമുക്കിത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നല്ല ജീവനുള്ള മീനായിരുന്നു. അപ്പോൾ അവർ വിളിക്കുന്നുണ്ട് നമ്മളെ, അതാണെങ്കിൽ വന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ ഇത് നന്നാക്കാനായിട്ട് ഭയങ്കര പാടാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമുള്ളവരുണ്ടാവും, നമുക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ പലവക മീനുകളാണ്, പലതരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പറയില്ലേ ഈ അയിലയുടെ തന്നെ ചൂരക്കണ്ണി എന്നൊക്കെ പറയില്ലേ, ഈ അയില പോലെ തന്നെ ഇങ്ങനെ വാലുമെന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ചെത്തി ഇങ്ങനെ ചെതുമ്പിൽ പോലത്തെ കളയില്ലേ, അങ്ങനത്തെയൊക്കെ അയിലക്കണ്ണി, അങ്ങനത്തെ ചൂരക്കണ്ണി എന്നൊക്കെ പറയണ പോലത്തെ മീനാണ് കേട്ടോ. കണ്ടോ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ, നിറച്ച് മീൻ കിടക്കാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി മടുത്തു പോയി. അപ്പോൾ സച്ചുകൂട്ടൻ കുഞ്ഞാവേനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾ ഓൾറെഡി മടുത്തിരുന്നു. അവനെ ഇങ്ങനെ ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ, അവനെ താഴെ ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനൊരു ബോക്സ് നമ്മൾ വാങ്ങിച്ചു കേട്ടോ. ഇതൊരു 30 കിലോ മീനുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് ചെറിയൊരു കോലാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മീനുകൾ നമുക്ക് മിക്സഡ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിനി ഐസ് വാങ്ങിക്കണം കേട്ടോ. ഐസ് വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് നമ്മൾ കൊണ്ടുപോയ ബക്കറ്റിലാക്കണം. നമുക്കിങ്ങനെ ഈ ഒരു ബോക്സ് അവർ തൂക്കം പിടിച്ച് തന്നു. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് 30 കിലോയാണ് കിട്ടിയത്. ഇനി നമ്മൾ ഈ ബോക്സ് അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ കമ്പനിക്കാർ ലേലം വിളിച്ചെടുത്തല്ലോ, അവരുടെ കയ്യിൽ നിന്ന് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ യോജിച്ചം പോയിട്ട് ഇങ്ങനെ ഐസ് മേടിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ ഐസ് ഇങ്ങനെ ഒരു ലെയർ ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ മീൻ കുടഞ്ഞിടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മീൻ കുടഞ്ഞിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഐസ് ഇടണം കേട്ടോ. അപ്പോൾ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തേ. അപ്പോൾ നമ്മൾ മീനുകളെല്ലാം ആക്കി നമ്മൾ ചേറ്റുവ ഹാർബറിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് ഉണക്കൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഓൾറെഡി എങ്ങനെയാണ് മീൻ ഉപ്പിട്ട് വെക്കണമെന്നൊക്കെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, അത് കാണണേ. അപ്പോൾ നമ്മളിങ്ങനെ മീനെല്ലാം ഉപ്പിട്ട് ഉണക്കി നമ്മൾ 4ാമത്തെ ദിവസം എടുത്ത് അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണക്കമീനാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഉണക്കമീനൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും ഈ മീൻ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ. ഈ കമ്പനികൾ ലേലെടുക്കുന്ന മീനൊക്കെ ഉണ്ടല്ലോ, അവരിത് വളമാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് കയറ്റി വിടുന്നത്. അപ്പോൾ ഇതാണ് നമ്മളോട് അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.